നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, ഞാനിപ്പം പത്തനംതിട്ട ജില്ലയിലാണുള്ളത്. ഇവിടെ എന്ന് പറയുന്ന ഈ തോട്ടത്തിലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് ടാപ്പ് ചെയ്യുന്നത്. സീസൺ ടാപ്പിംഗ് ആണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത്. അതായത് ജൂൺ മാസം ടാപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ആകുമ്പം ടാപ്പിംഗ് നിർത്തിയിടും. പിന്നെ അതിനുശേഷം അവർ ജൂൺ മാസം മാത്രമേ വീണ്ടും ടാപ്പിംഗ് തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പട്ടമരപ്പും കുറവാണ്. കാരണം 6 മാസം അവിടെ റെസ്റ്റ് റബ്ബറിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ മരം നമുക്കിന്ന് ടാപ്പിംഗ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു മരം ടാപ്പിംഗ് തുടങ്ങാം. ആദ്യം നമുക്ക് ഇതുപോലെ പിൻകാന ഇതുപോലെ കീറാം. അതിനുശേഷം മുൻകാന ഇതേപോലെ ചീവാം. ഇവരാണ്ട് വലിയ പ്ലാസ്റ്റിക് കെയറൊക്കെ വെച്ചിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ നിരക്കി അങ്ങ് താത്താം. പെട്ടെന്ന് പൊക്കുകയും താത്തുകയും ചെയ്യാം പെട്ടെന്ന്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും താന്നാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ചിരട്ടയിൽ വെള്ളം വീഴും. അതിനുശേഷം നമുക്ക് വേണ്ട ചില്ലടിച്ചു കൊടുക്കാം. ഇത് ഞാൻ വെട്ടുന്ന റബ്ബറല്ല, ഇത് വേറെ ആരോ വെട്ടുന്ന റബ്ബറാണ്. അപ്പോൾ ഇതൊന്ന് ടാപ്പിംഗ് തുടങ്ങി വെക്കാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടതുപോലെ ചീവായത്. നമുക്കെന്നാൽ അടുത്തൊരു മരം ടാപ്പ് ചെയ്യാം. അതുപോലെ പിൻകാന കീറാം. കണ്ടോ, സ്ലോപ്പ് വളരെ കുറവാണ് ഇവർ ടാപ്പ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ചീവി കൊടുക്കാം. ഇച്ചിരി നമുക്ക് പട്ട കൂടുതലെടുത്ത് ചീവണം. കാരണം ആദ്യമായിട്ട് തുടങ്ങുമല്ലേ. കണ്ടോ, ഉണങ്ങി കരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ കത്തി തെറിച്ച് പോകുന്നത്. ഇനി 2 ദിവസം വെട്ടിയെങ്കിലേ ഇത് ആകത്തുള്ളൂ. ഇനി നമുക്ക് മുൻകാന കീറാം. ഈ കത്തി രാവിയിട്ടുമില്ല, മൂർച്ചയും കുറവാണ്. നമുക്ക് അടുത്തൊരു മരം ടാപ്പ് ചെയ്യാം. അതുപോലെ പിൻകാന കീറാം. അവിടെ പട്ടയൊക്കെ ഉണങ്ങി കരിഞ്ഞ് കിടക്കുക. അതുകൊണ്ട് അതിനുശേഷം നമ്മുടെ പിൻകാന ഇങ്ങനെ കീറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചില്ലടിച്ചു കൊടുക്കാം. ഒരുപാട് താത്ത് കെട്ടേണ്ട ആവശ്യമില്ല. കാരണം പറഞ്ഞാൽ ഷേഡേന്ന് ഈ ചിരട്ടയിലോട്ട് വെള്ളം വീഴും. അതിനുശേഷം നമുക്ക് ഇങ്ങനെ താഴെ നിന്ന് വേണമെങ്കിലും ഇങ്ങനെ ചീവി കൊടുക്കാം. താഴെ ഇങ്ങനെ ചീവി കൊടുക്കാം. ഈ മരത്തിന് ടാപ്പിംഗ് സ്ലോപ്പ് വളരെ കുറവാണ്. പക്ഷെ കുറച്ച് സ്ലോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പാല് കിട്ടുകയുള്ളൂ. അതായത് ഇച്ചിരി ചരിവ് വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇതിൻ്റെ സെല്ല് വന്നിരിക്കുന്ന ഈ റബ്ബറിൻ്റെ സെല്ല് വന്നിരിക്കുന്ന പറഞ്ഞാൽ ഒരു ചരിവിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചരിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാലുൽപാദനം കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ റബ്ബർ മരം ടാപ്പ് ചെയ്യുമ്പം ഓവർ ചരിവാണെങ്കിലും ചരിവ് കുറവാണെങ്കിലും പാലുൽപാദനത്തെ അത് ബാധിക്കും. ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 30 തൊട്ട് 45 ഡിഗ്രി ചരിവെങ്കിലും ഇതിന് വേണം. കാരണം അതിൻ്റെ പട്ട, ആ പാൽപ്പട്ട, അതിൻ്റെ സെല്ലിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അത്രയും ഒരു ചരിവ് വേണം. അതായത് 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി ചരിവ് വരെയെങ്കിലും പട്ടയ്ക്ക് വേണം. എങ്കിലേ പാലുൽപാദനം നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമായി. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.